അച്ഛൻ വീട്ടിലേക്ക് വന്നാ മതിയായിരുന്നു. അസ്ഥി അവര് ഒഴുക്കിക്കളയാൻ പാടില്ല. സിഹിക്ക് പോകേണ്ടി വരുമെന്ന് കേൾക്കുമ്പോ തന്നെ വിഷമാവുന്നുണ്ട്. സിഹി, അച്ഛൻ വരാത്തോണ്ടാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അവരിനി വന്നോളും. എന്തുപറ്റി? നമ്മുടെ സിഹിക്ക് അവളുടെ അച്ഛനില്ലാത്തതിന്റെ വിഷമാണോ കാണുന്നേ? അതെ അമ്മേ, അവൾ അച്ഛനെ കാണാത്തതിന്റെ വാശിയിലിരിക്കുക. ഞാൻ റാമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സിഹിയുടെയും നമ്മുടെ രാമന്റെയും ബോണ്ടിങ് പണ്ടത്തെ പോലെ ആയല്ലേ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? അത് പിന്നെ കുറച്ചു നാളായിട്ട് സിഹി നമ്മുടെ രാമനോട് അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പൊ സഡനായിട്ട് സ്നേഹം വീണ്ടും മുളച്ചു പൊന്തിയില്ലേ നമ്മുടെ സിഹിമോൾക്ക്? അതെങ്ങനെയാ? കൊച്ചുകുട്ടികളാവുമ്പോ അങ്ങനെയല്ലേ അമ്മേ? എന്തെങ്കിലും കാര്യത്തിൽ വിഷമം തോന്നും, മിണ്ടതാവും, അത് കഴിഞ്ഞങ്ങ് ശരിയായിക്കോളും. സിഹിമോളെ, മോള് മുകളിൽ പോയി കളിച്ചോ. അച്ഛൻ വന്ന ശേഷം സീതമ്മ മോളെ വിളിച്ചോളും. ഞാൻ അച്ഛൻ വന്നിട്ട് അച്ഛന്റെ കൂടെ ഇരുന്ന് കളിച്ചോളാം. സിഹി, പോയി കളിച്ചോ പ്ലീസ്. പോ. അമ്മേ, നിങ്ങൾ എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നതാണോ? അതെ സീത, നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം സംസാരിക്കണായിരുന്നു. എന്താ അമ്മേ? അല്ല സീത, എന്നെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? ഇതെന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നേ? നീ പറ സീത, എന്തുണ്ടെങ്കിലും നീ തുറന്നു പറഞ്ഞോ. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാ. ഈ വീടിന് മുഴുവൻ നിങ്ങളാണ് ആശ്രയം. കാണുമ്പോ കുറച്ച് ടഫാണെങ്കിലും നിങ്ങളുടെ മനസ്സ് വളരെ നല്ലതാണമ്മേ. താങ്ക്സ്. സീത, നിനക്ക് വാണി ചേച്ചിയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ഒരുപാടൊന്നും അറിയില്ലമ്മേ. റാം പറഞ്ഞിട്ടുണ്ട് അവര് മരിച്ചത് ഒരു ആക്സിഡന്റിലാണെന്ന്. അന്ന് സത്യച്ചെറിച്ചം വന്നപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ അവരും പറഞ്ഞു. എനിക്കൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ എന്തിനാ വെറുതെ അമ്മേ? നിങ്ങൾ റാമിന് വാണിയമ്മ ഇല്ലാന്നൊരു കുറവ് ഒരിക്കലും അറിയിച്ചിട്ടേയില്ല. പെറ്റമ്മയെ പോലെ നിങ്ങൾ അവരെ നോക്കിയത്. മരിക്കുന്നതിന് മുമ്പ് ആ സിഹി ഇവളോടൊന്നും പറഞ്ഞില്ലേ? അതോ ഇനി ഇവള് മറന്നുപോയതാണോ? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അല്ലമ്മേ, എന്താ പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നേ? ഒന്നുമല്ല സീത, ഇവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചറിയണം. സീത, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കമ്മേ. ഇവനിതെവിടെ പോയി? എല്ലായിടത്തും നോക്കിയല്ലോ. പോയി കാണുവോ? വിളിച്ചു നോക്കട്ടെ. ഫോൺ എങ്ങനെ സ്വിച്ച് ഓഫ് ആയേ? ചാർജ് ഉള്ളതായിരുന്നല്ലോ. ഫോൺ എങ്ങനെ താഴെ വീണത്? ഫോൺ ആരാ കയ്യിൽ നിന്ന് എടുത്ത പോലെ ഉണ്ടല്ലോ. അക്കുശങ്കൾ പേടിച്ചു പോയോ? ഞാനാ ചെയ്തത്. സീത, നിന്റെ ബർത്ത്ഡേയുടെ അന്ന് സിഹി എന്തോ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? എന്തായിരുന്നു അത്? സീതമ്മ, ഞാനിത് പറഞ്ഞ നിങ്ങൾ എന്നെ വഴക്ക് പറയില്ലല്ലോ? എന്തു പറ്റിയെന്ന് പറയാ. ഞാൻ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴില്ലേ ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, ആ അമ്മേ,
പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നോ? എന്താ പറഞ്ഞത്? അന്ന് ഞങ്ങള് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോ സിഹി നല്ലപോലെ പേടിച്ചിരുന്നു. ഞാൻ എന്താ പ്രശ്നം എന്നുള്ളോട് ചോദിച്ചതാ. അപ്പോ അപ്പോ സിഹി എന്തോ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? പറ. അത് കഴിഞ്ഞിട്ട് എന്തായി? അത് അത് ശ്രമിച്ചു നോക്ക്. അവൾ എന്താ പറഞ്ഞത് നിന്നോട്? എന്തോ പറയാൻ വന്നപ്പോഴാണോ ആക്സിഡന്റ് ആയത്? സിഹി ഒന്നും പറയാതെ മരിച്ചു പോയല്ലേ? മേമ, സീത, അയ്യോ സീത, സീത, സീത. സീത, 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 സീത. മേമ, ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ അവളോട് സംസാരിക്കാൻ പോയെ? അത് അറിഞ്ഞോണ്ടല്ലേ അവൾ അൺകോൺഷ്യസ് ആയത്. അപ്പോ അത് മേമ പ്ലീസ്, നിങ്ങൾ ഒന്നും പറയണ്ട. ആക്സിഡന്റിനെ കുറിച്ച് സീതർ ഒന്നും പറയില്ല. നിങ്ങൾ ഞാൻ വാൺ ചെയ്തതല്ലേ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എന്താ മേമ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ഒട്ടും സെൻസില്ല നിങ്ങൾക്ക്. മേമ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മേമ. അപ്പോ മേമ പ്ലീസ് മാറ്. എന്നോടവൻ ഞാൻ റാമിനെയും കൊണ്ടുപോയി എവിടെ നിന്നാണോ അസ്ഥി നിമഞ്ജനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് അങ്ങോട്ട് പോകാൻ പോലും പറ്റിയില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞ്? ഞാൻ കാരണം അങ്കിൾ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് പോകാൻ വിടാത്തത് കൊണ്ടാ. ഞാൻ ഈ വണ്ടിയിൽ കയറിയപ്പോ തൊട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അസ്ഥി ഞാൻ വച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല. ഫോണും തന്നെ സ്വിച്ച് ഓഫ് ആയി. വഴിയിൽ ചുറ്റി കറങ്ങി ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഫോൺ തന്നെ കയ്യിൽ നിന്ന് താഴെ വീണു. ശരിക്കും എന്തൊക്കെയാ എന്റെ ചുറ്റിനും നടക്കുന്നേ? സീത, എഴുന്നേക്ക് സീതമ്മ. എഴുന്നേക്ക് സീതമ്മ. സീതമ്മ, സീതമ്മ കണ്ണ് തുറക്ക് സീതമ്മ. ഡോക്ടറിനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സീതമ്മ, സീതമ്മ കണ്ണ് തുറക്ക് സീതമ്മ. സീത, സീതമ്മ, സീതമ്മ
സീതമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നീ പേടിക്കണ്ട. സീതമ്മ, സീതമ്മ, സീത, സീതമ്മ. സിഹി, സീതമ്മ, സീത, സിഹി ഇവിടെ ഉണ്ട്. സീതമ്മ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. സിഹി, സൂക്ഷിച്ച. സിഹി. അയ്യോ, ഇങ്ങനെ കരയില്ലേ മോളെ? സീത, ഭാഗ്യം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കെന്ത് പറ്റാനാ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും പറ്റിയില്ല സീത, നീ അതൊന്ന് റെസ്റ്റ് എടുക്ക. ഇല്ല റാം, അമ്മ എന്നോട് നേരത്തെ എന്തോ സംസാരിച്ചിരുന്നു. അമ്മേ, നിങ്ങൾ കാര്യം എന്താണെന്ന് പറയേ. സീത, മേമ പ്ലീസ്, ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. അപ്പോ മേമ ഒന്ന് പോ. റാം, എന്തിനാ മേമയോട് അങ്ങനെ പറഞ്ഞത്? നമുക്ക് മേമയോട് പിന്നെ സംസാരിക്കാം, ഇപ്പൊ നീ റെസ്റ്റ് എടുക്ക. ഇല്ല റാം, എനിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല സീത, നിനക്ക് ചെറിയൊരു തലകറക്കം വന്നപ്പോ അങ്ങ് വീണുപോയി. പാവം നമ്മുടെ സിഹിയതയോട് പേടിച്ചുപോയി. അപ്പൊ തുടങ്ങി കരച്ചില. ആണോ മോളെ? പ്രിയേ, വെള്ളം കുടിക്കേ. എനിക്കൊരു കുഴപ്പമില്ല, മോള് പേടിക്കണ്ട കേട്ടോ. റാം, നിങ്ങളോടും കൂടിയാ, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവരുത് കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. സഫോക്കേറ്റ് ആയിട്ട് തല കറങ്ങി വീണ് പോയതാണെന്നാ തോന്നുന്നത്. പെട്ടെന്ന് എന്റെ ജീവൻ പോയതുപോലെ തോന്നി സീത. റാം പ്ലീസ്, അങ്ങനെയൊന്നും പറയില്ലേ. സത്യ സീത, നിനക്കെന്തെങ്കിലും പറ്റിയ അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. നിങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ ഞാനും ഇല്ല. സിഹി, എന്താ നടന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇന്ന് രാമനെ കൊണ്ട് നിന്റെ അസ്ഥി നിമജ്ജനം ചെയ്യിക്കണമെന്ന് കരുതിയതാ. പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചു. നിമജ്ജനം ചെയ്തില്ല. ഇന്നതിന് കഴിഞ്ഞില്ല മോളെ. ഐ ആം സോറി. അയ്യോ, ആ കാര്യം നടക്കാതെ മുടക്കിയത് തന്നെ ഞാനാ. ഞാൻ നിങ്ങളോടത് എങ്ങനെ പറയൂ ആഘോഷങ്ങൾ? നിങ്ങൾ എനിക്ക് മുക്തിയോ മോക്ഷമോ ഒന്നും തരണ്ട. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എങ്ങും പോകില്ല. സിഹി, മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ നാളെ റാമിനെ കൂടെ കൊണ്ടുപോയി നിന്റെ അസ്ഥി നിമജ്ജനം ചെയ്ത് നിനക്ക് മുക്തി നേടിത്തരും. അയ്യോ, ഇതെന്താ സംഭവം? ഇതിവിടെ എഴുതിയത് സിഹിയുടെ ആത്മാവാണോ? സിഹി, 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 നീ ഇത് എവിടെയാ സിഹി? ആഘോഷങ്ങൾ, ഞാൻ ദാ ഇവിടെയുണ്ട്.
നീ എവിടെയാ സിഹി? അക്കോശങ്കൾ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. അപ്പോ ഇന്ന് സംഭവിച്ചതിനെല്ലാം സിഹിയാണോ കാരണം? സിഹിയാണോ ഇതൊക്കെ ചെയ്തത്? ഓ മൈ ഗോഡ്! നിങ്ങൾ ഇനി എന്റെ അസ്ഥി നിബഞ്ജനം ചെയ്യില്ലല്ലോ. എനിക്ക് അത്ര മതി. എനിക്ക് ഈ കാര്യം റാമിനോട് പറയണം. അച്ഛനോട് പറയോ? അതെങ്ങനെ പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ. മേമ, ഇന്ന് എനിക്ക് നിങ്ങളോട് ശരിക്കും ദേഷ്യം തോന്നി. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ മേമ. സീതയുടെ കാര്യത്തിൽ യാതൊരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ ഓൾറെഡി അവൾ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുണ്ട്. ബർത്ത്ഡേയുടെ അന്ന് നടന്നൊന്നും അവൾക്ക് കൃത്യമായിട്ട് ഓർമ്മയേ ഇല്ല. ആ അപകടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവൾക്ക് നല്ല തലവേദന വരും. അത് നിങ്ങൾക്കും അറിയാം. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് എന്തിനാ വെറുതെ അവളെ ബുദ്ധിമുട്ടാക്കുന്നേ? ഇതിന്റെ പുറകിലുള്ള നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എന്റെ ഉദ്ദേശം സീതയ്ക്ക് ഭേദാവണമെന്ന്. നിന്റെ സീതയുടെ നല്ലതിന് വേണ്ടി ഞാൻ ഇതെല്ലാം പറഞ്ഞത്. നല്ലതോ? ഇതിലിപ്പോ എന്താ എത്ര നല്ലത് മേമ? ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവൾ ഡിസ്റ്റർബ് ആവും, തല കറങ്ങി വീഴുകയും ചെയ്യും. ഇതിലെന്താ നിങ്ങൾ നല്ല കാര്യം ഒന്ന് പറഞ്ഞുതരാവോ? ഇനി എത്ര കാലം നീ സത്യം മറച്ചു വെക്കും അപ്പോ? സീത സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് സീതയ്ക്ക് വീണ്ടും പഴയ പോലെ ആവാൻ വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്തേലും സംഭവിച്ച അത് നിനക്ക് നല്ലതിനല്ലപ്പോ. അതിരിക്കട്ടെ, സീതയ്ക്ക് ഭേദമായില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഇതുപോലെ അങ്ങ് പോവും മേമ. ശരിയാവുന്നത് വരെ ഇതുപോലെ അങ്ങ് പോവും. അവൾക്കൊന്നും തന്നെ സംഭവിക്കരുത്. അവളിപ്പോ എത്രത്തോളം സന്തോഷവതിയായിരിക്കുന്നോ അതുപോലെ അങ്ങ് പോയാൽ മാത്രം മതി എനിക്ക്. അപ്പൊ എടുത്തു ചാടണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഒരു കാര്യത്തിലും എടുത്ത് ചാടാറില്ല മേമ. എന്നെ നിങ്ങൾ അഡ്വൈസ് ചെയ്യാനും വരണ്ട. സീത സത്യങ്ങളൊക്കെ എപ്പോ അറിയണം എപ്പോ അറിയണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മേമ, നിങ്ങൾ ഒരിക്കൽ കൂടി ഇനി ഈ കാര്യം സീതയോട് സംസാരിച്ചാ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല. ഞാൻ എടുത്തു വളർത്തിയ ആ മകൻ ഇന്ന് ആ അനാഥയുടെ മുമ്പില് അവളുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉയർത്തി. നിന്നെ ഞാൻ എങ്ങനെ വെറുതെ വിടും രാമ? നീ കിടന്ന് നരകിക്കണം. ഇനി നീ കണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേന്ന്. റാം 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 ആഘോഷങ്ങളിനോട് ഞാൻ എന്റെ കാര്യം ഒരുവിധം മനസ്സിലാക്കി കൊടുത്തു സുബി. പക്ഷെ എന്നെ കുറിച്ച് അച്ഛനോട് പറയാൻ പാടില്ല. റാം എവിടെ? എന്തിനാ? അവനോടൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്. എന്താ? രാവിലെ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങൾ വന്നില്ലല്ലോ. നിങ്ങളോട് ഞാനിപ്പോ നല്ല ദേഷ്യത്തിലാ. സോറി, ഞാനൊരു എമർജൻസിയിലായിരുന്നു. ഞാൻ ഒരു ടെൻഷനിലായിരുന്നു. ഞാൻ നാളെ നിന്നോട് സംസാരിക്കാം. ഓക്കെ, പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്, പ്ലീസ്. കൈവിടുമോളെ. വിടില്ല. വിട്ട അച്ഛൻ്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞു കൊടുക്കും. അവിടെ എന്താ നോക്കുന്നത്? ഒന്നുമില്ല. ശരി, എന്റെ കൈവിട്. എനിക്ക് നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. സംസാരിച്ച് വന്നിട്ട് നിന്റെ കൂടെ ഇരിക്കാം. ഓക്കെ? നിങ്ങൾ അച്ഛനോട് എന്താ സംസാരിക്കാൻ പോണെന്നൊക്കെ എനിക്ക് അറിയാം. നിങ്ങള് സിഹിയെ കുറിച്ചല്ലേ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ വാ എന്റെ കൂടെ.
നിനക്ക് സിഹിയെ കുറിച്ച് എങ്ങനെ അറിയാം? അഥവാ ഞാൻ സിഹിയെ കുറിച്ച് ആലോചിക്കുന്നതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതല്ല, ഞാൻ റാമിനോട് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയോ? എല്ലാം അറിയാം. നിങ്ങൾ എന്റെ കൂടെ വാ.